താല്പര്യത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഈ ഒരു അവസരത്തിൽ കറക്റ്റ് ആയിട്ട് നേരെ ഒരു ഓൺലൈൻ മീറ്റിലൂടെ ഇരുന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും അനുവാദത്തോടെ ഞാൻ ഈ ഒരു സെഷന് വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഐ വുഡ് ലൈക്ക് ഇൻവൈറ്റ് യൂത്ത് ഐക്കൺ മിസ്റ്റർ ജുനൈദ് വങ്ങാട്, brand new RTC regional team coordinator. Sir, please come on the stage. Okay, thank you. Very thrilled and excited and energetic morning. Very happy and lovely good morning to all of you. A wonderful introduction from Ramesh sir, the youth icon and going ATC leader. Thank you Ramesh sir for the wonderful morning. എല്ലാ ആളുകൾക്കും നല്ലൊരു മോർണിംഗ് നേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ജുനൈദ് എന്നാണ്, സ്ഥലം വെങ്ങാടാണ്. ബൈ പ്രൊഫഷൻ പറയത്തക്ക രീതിയിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റുഡന്റ് റിട്ടയർമെന്റ് കാലഘട്ടത്തിലാണ് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്തത്. എൻ്റെ ഗുരുനാഥനും ഇന്ന് എന്നെ ഈ ബിസിനസ്സിൽ കൃത്യമായിട്ട് മെന്ററിങ്ങും മോണിറ്ററിങ്ങും ചെയ്യുന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ അപ്ലൈൻ, ഈ ബിസിനസ്സിലെ തന്നെ അഡ്വൈസറി ബോർഡിലേക്ക് നാഷണൽ ടീം കോർഡിനേറ്ററായിട്ട് അച്ചീവ് ചെയ്ത പവർഫുൾ ലീഡർ, ദ ട്രെയിനേഴ്സ് അക്കാഡമി എന്ന് പറയുന്ന വലിയൊരു ഓർഗനൈസേഷന്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ഇസ്മായിൽ സാറിന് ഹൃദ്യമായിട്ട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഞാനാക്കി വളർത്താൻ എന്നെ സഹായിച്ച എൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സും, ഓരോ ലീഡേഴ്സും, അതിൽ അൽതാഫ് സാർ, ഷുഹൈബ് സാർ, ഫൈസൽ സാർ, അതുപോലെ തന്നെ മനോജ് സാർ, ലത മാഡം, ഈ ഒരു സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ വലിയ ബൃഹത്തായ ഓർഗനൈസ് ഫൗണ്ടേഴ്സ് ഫാമിലി, മനോജ് സാർ, ലത മാഡത്തിനും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലവ് ലൈൻസ് ആൻഡ് ആൾസോ മൈ ടീം, ഞാൻ ടൈഗേഴ്സ് ഓഫ് ട്രില്യൻസ് എന്ന് പേരെടുത്ത് വിളിക്കുന്ന എൻ്റെ പുലിക്കുട്ടികൾ, അവർക്കും എല്ലാവർക്കും ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ലൈഡുകളോ മറ്റോ ഓടിച്ചു പോകാനല്ല, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരുപാട് സെഷൻസ്, നിരവധി ലീഡേഴ്സ്, അത് ഹൈഫ്ലയേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ RTV പ്രോഗ്രാമിൽ വരുന്ന സെഷൻസ് ആവട്ടെ, അതുപോലെ തന്നെ കോർ ലീഡേഴ്സ് മീറ്റിംഗിൽ, അതുപോലെ തന്നെ നിരവധി സെഷൻസ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. എന്നും ഈ രാവിലെ ഇത്തരം മോർണിംഗ് സെഷനിലൂടെ സക്സസ്ഫുൾ ഗ്ലോബൽ ഹൈഫ്ലയേഴ്സിലൂടെയും റീ ഇഗ്നൈറ്റ് പ്രോഗ്രാമിലൂടെയും ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്, യഥാർത്ഥ ഒരു ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും വേൾഡ് ക്ലാസ് ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനും ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊഫഷണൽ, ആ വീട്ടിൽ തന്നെ ഉണ്ട്, പ്രൊഫഷണൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അതിനെല്ലാം കൊണ്ടും പ്രൊഫഷണലിസം വേണം. അവിടെയാണ് നമുക്ക് ഇന്ന് അഭിമാനം കൊള്ളാൻ പറ്റുന്നത്. മൈ ലൈഫിൽ തന്നെ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ടീം തന്നെയാണ് സക്സസ്ഫുൾ ഗ്ലോബൽ. സോ സീരിയസ്ലി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. സോ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും, ഞാനിന്ന് ഇവിടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സിസ്റ്റവുമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സിസ്റ്റംസ് ഒക്കെ ഒരുപാട് ലീഡർമാർ നിരവധി ദിവസങ്ങളായി പറഞ്ഞു. ആദ്യമായിട്ട് പറയുന്നത് വൈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. പല ആളുകൾക്കും അറിയാത്തൊരു പോയിന്റ് ആണ്. നമ്മളിലൊക്കെ തുടക്കക്കാരുണ്ട്, ഈ ബിസിനസ്സിൽ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തുടക്കക്കാരുണ്ട്. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ സെലക്ട് ചെയ്യണം, എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, സിമ്പിളായി ഐഡന്റിഫൈ ചെയ്താൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ യഥാർത്ഥ റവന്യൂ കൂട്ടാൻ സഹായിക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, നിരവധി ജോലിയില്ലാത്ത അവസരങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ ഇല്ലാത്ത നിരവധി ആളുകൾക്ക് കൃത്യമായിട്ട് അവസരം എന്നോണം ഇന്ന് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്നത്. പാഠ്യ വിഷയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ചാപ്റ്റർ കൂടിയാണ് ശരിക്ക് കമ്മ്യൂണിറ്റി കൊമേഴ്സ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സോ അത്തരത്തിലുള്ള വലിയ പ്രൊജക്ട്സിലാണ് നമ്മളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അഭിമാനം എപ്പോഴും കൊള്ളണം. കാരണം നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്ട് വളരെ ശക്തമായിട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലോകത്തോളം വളരാൻ പറ്റുമെന്നും, ഈവൻ ദോ മുബീൻ സാറ് വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഏകദേശം 100 കോടിയിലേറെ ഒരു മാസം പ്രതിമാസം ഒരു വ്യക്തിക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അത്തരത്തിൽ വലിയൊരു സ്കോപ്പുള്ള ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഞാനിത് പറയാൻ കാരണം വളരെ തുച്ഛമായിട്ട് വരുന്ന സാലറിക്കോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുന്ന സാലറിക്കോ നമ്മളെ കുട്ടികൾ MBBS ആയിട്ടും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടുകൊണ്ട് വലിയ വലിയ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർ സമ്പാദിക്കുന്ന പണം കൂടിയാണ്. ആ പണത്തിനേക്കാൾ മേലെ പരുന്ത് പറക്കും എന്ന് പറയുമ്പോൾ മൈ ലൈഫ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, നമ്മുടെ ഈ കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്തരത്തിൽ വലിയ കോടികൾ ഉണ്ടാക്കിയ ലീഡർമാർ നമുക്ക് മാതൃകയാണ്.
നമ്മുടെ മുൻഗാമികൾ അതൊക്കെ ചെയ്ത് കൂട്ടിയ ആളുകളാണ്. നമുക്ക് എല്ലാവിധ പാതകളും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഇന്ന് ലീഗലി ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നടത്തപ്പെടുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗലായി നടക്കുന്നത്. സോ അതിലാണ് നിങ്ങൾ ഇന്ന് MI ലൈഫ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മൾക്ക് അസോസിയേറ്റ് ചെയ്തത്. പലപ്പോഴും പല ആളുകൾക്കും ഇത് അറിയാതെ പോയിട്ടുണ്ട്. കാരണം വാക്കുകൾ കൊണ്ട് മാത്രം അറിഞ്ഞാൽ പോലെ ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ പവർ അതെന്താണെന്നുള്ള കാര്യം തിരിച്ചറിയാത്ത കാലത്തോടത്തോളം നമുക്ക് പലതും പരാതികളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, പരിഭവങ്ങളായിരിക്കും. കാരണം ഒരിക്കലും ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ടീച്ചിങ് കരിയറിലേക്കോ അല്ലെങ്കിൽ മറ്റു ഇതര മേഖലയിലേക്കോ വർക്കിംഗ് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഒരിക്കലും പറയാറില്ല എന്റെ സെക്കൻഡ് സെം പൊട്ടിയ കാരണത്താൽ ഞാൻ പഠനം നിർത്തുന്നു എന്ന് പറയാറില്ല. അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ 2 വിഷയത്തിൽ എനിക്ക് സപ്ലി ഉണ്ടായത് കാരണത്താൽ ഞാൻ പഠനം നിർത്തുന്നു ആരും പറയാറില്ല. ഇതുപോലെ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എനിക്ക് എത്തിപ്പെടേണ്ട എന്റെ ലക്ഷ്യസ്ഥാനം കണ്ട ഒരു വ്യക്തിയും ഒരിക്കലും പാതി വഴിയിൽ ഇട്ടേച്ച് പോകത്തില്ല. അവരൊരിക്കലും പരാതികൾ പറയത്തില്ല, പരാതികൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. സോ കിറ്റേഴ്സ് ആർ നെവർ വിൻ, വിന്നേഴ്സ് ആർ നെവർ കിറ്റ് എന്ന് പറയുന്ന കൊട്ടേഷനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കലും പാതി വഴിയിൽ ഇട്ടേച്ച് പോയ ഒരു വ്യക്തിയും ലോകത്ത് ജയിച്ചിട്ടില്ല. ജയിച്ച ഒരാൾ പോലും പാതി വഴിയിൽ ഒന്നും ഉപേക്ഷിച്ച് പോയിട്ടില്ല. അപ്പോ നമ്മൾ എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യം, ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിനറ്റം വരെ എന്റെ പർപ്പസിന് വേണ്ടി, എന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും. സോ അത്തരത്തിൽ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇനി നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യണമെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉദാഹരണം 11ഓളം കാര്യം അലൻ പീസ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള രചയിതാവ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സിലൂടെയും അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡിലൂടെ നമ്മളൊക്കെ സ്വന്തക്കാരനല്ലേ നമ്മുടെ റോബോട്ട് കിയോസാക്കി എന്ന് പറയുന്ന വ്യക്തിയും നിരവധി ആളുകൾ ബിസിനസ് സ്കൂളിലൂടെയും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലൂടെയൊക്കെ പറയുന്ന 11ഓളം കാര്യങ്ങളുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി ഒരു വ്യക്തി ചൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നീഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ 11 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം അദ്ദേഹത്തിന് നീഡില്ല. അതിൽ 90% ആളുകൾക്കും അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് ആവശ്യം, അല്ലെ? യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. സോ അത്തരത്തിലുള്ള ആളുകളാണ് നമ്മളെ കൂടെ ഇന്ന് വർക്ക് ചെയ്യുന്നതും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വരുന്നതും. സോ നിങ്ങളൊക്കെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാം. ഈ ബിസിനസ്സിലേക്ക് നിങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം എന്ന് പറയുന്നത് വൈ ഐ ഡു ദിസ് ബിസിനസ്. ഞാൻ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നു? നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, വൈ ഐ ഡു ദിസ് ബിസിനസ്. ഞാൻ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നു? ഈ പർപ്പസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു പക്ഷെ ഓളത്തിൽ പോകുന്ന ലീഡറായിട്ട് ഒരു പക്ഷേ DTCO STC ആവുമ്പോൾ സ്റ്റക്ക് ആവും. അവിടുന്ന് അങ്ങോട്ടൊരു പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യണം. വൈ, അതായത് വഴി. വൈ മീൻസ് വഴി. എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ അതിലൊരു വഴി നിങ്ങൾ കണ്ടെത്തണം. എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്? സോ സീരിയസ്ലി ആ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻജിൻ പോലും സ്ട്രോങ് ആവും. ഫയർ ഇൻ ബെല്ലി എന്ന് പറയാൻ പറ്റും. അടിവയറ്റിൽ തീ കത്താൻ തുടങ്ങും. ഓക്കെ, സോ നമ്മളൊക്കെ ഈ ലോകത്തേക്ക് ദൈവം പടച്ചേക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര എന്ന് പറയും പോലെ ഏതൊരു വ്യക്തിയെയും ഈ ഭൂമി ലോകത്തേക്ക് പടച്ചേക്കപ്പെട്ടത് നല്ല കഴിവുള്ള, സ്കില്ലുള്ള, ടാലന്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എന്നതിൽ 100% നമ്മൾ ഓരോ വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട്. സോ നമുക്ക് കഴിവുകളുണ്ട്. ആ കഴിവിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമി ലോകത്ത് തരുന്നുണ്ട്. സോ സീരിയസ്ലി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മനുഷ്യരും ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാക്കപ്പെട്ട സമയത്ത് കഴിവുകൾ നമ്മളിൽ ഓൾറെഡി ഉണ്ട്, സെറ്റാണ്. ഈ കഴിവിനെ കണ്ടെത്തുന്ന പണി മാത്രമേ നമുക്ക് ജീവിതകാലത്തുള്ളൂ. ഈ കഴിവിനെ കണ്ടെത്തലാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി. കാരണം ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ കാണുന്നത് സ്വന്തത്തിലുള്ള കഴിവുകേടിനെയാണ്. എനിക്ക് എന്ത് കഴിയില്ല. ഉദാഹരണം നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു വ്യക്തി ലീഡർ ഒരു കാര്യം പറയുന്ന സമയത്തോ, MC പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സെഷൻസ് എടുക്കാൻ പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു പ്ലാൻ കൊടുക്കാൻ പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പറയുന്ന സമയത്തോ, അവിടെയൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല. നമുക്ക് എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടെ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്നുള്ള കാര്യത്തിനേക്കാൾ കൂടുതലും ആളുകൾ പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല. ഓക്കെ, ഇപ്പൊ ഇന്നലെ ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ടയർഡായിട്ട് വന്ന് കിടക്കാണ്. അപ്പൊ ആ സമയത്ത് ലാസ്റ്റ് ഒരു 10:35
നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മളൊക്കെ രോമാഞ്ചം, ദ റോറിംഗ് ലൈൻ ഓഫ് SBG അൽത്താഫ് സാറ് ജസ്റ്റ് ഒരു കോൾ ചെയ്തു. സാർ മറന്നിട്ടില്ലല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഓർക്കുന്നതാണ് ഫോൺ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇൻഷാല്ല ജീവൻ ഉണ്ടെങ്കിൽ നാളെ എന്ത് ചെയ്യും, നാളെ സെഷൻ എടുക്കും. കാരണം നമുക്കൊന്ന് നോ പറയാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇസ്മായിൽ സാർ, അന്ന് എല്ലാ ആൾക്കാരും എന്താ പറയുക തുറിച്ചു നോക്കുന്ന സമയമായിരുന്നു. കാരണം MC ആയിട്ട് ആദ്യമായിട്ട് കോട്ടകൾ BOPയിൽ, അന്ന് എൻ്റെ ഓർമ്മശെങ്കിൽ ഞാൻ TC to DTCന്റെ ഒരു ആസ്പാസിലാണ്, സോറി ATC to DTCന്റെ ആ സമയത്ത് തന്നെ സ്റ്റേജിൽ കയറി MC ആക്കുന്ന സമയത്ത് ഇനി ഇസ്മായിൽ സാർക്ക് കേൾക്കാത്തൊന്നും, മീൻസ് അവിടെ ഒരുപാട് പ്രകമ്പനം കൊണ്ടിരിക്കും, പക്ഷെ അവർ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ആ രീതിയിൽ ഞാൻ ഒരു ധൈര്യം കാണിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലല്ല ഈ ലക്ഷക്കണക്കിന് ആളുകൾ മുമ്പിൽ വന്നാൽ പോലും കൈ വിറക്കാതെ മുട്ട് വിറക്കാതെ 4 അക്ഷരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ലീഡർമാരുടെ ആ ഒരു ഫോഴ്സും അതുപോലെ തന്നെ അന്ന് എനിക്ക് തോന്നിയ ഇത് ഏറ്റെടുക്കാമെന്ന് തോന്നിയ ഒരു തോന്നലും ആ ഡിസിഷനാണ്. സോ പല ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ രീതിയിലേക്ക് സക്സസ് ആക്കുന്നുണ്ട്. സോ ഒരിക്കലും നമ്മളെ കഴിവ് കേടിനെയല്ല കാണേണ്ടത്, നമ്മളെ കഴിവിനെ കണ്ടെത്തണം. നമുക്ക് എന്ത് കഴിവുണ്ട്, എന്നെ കൊണ്ട് ഇത് സാധിക്കും അല്ലെ? ഒരു പക്ഷേ ആൾക്കാർക്ക് സെല്ലിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ കഴിവുള്ളത്, ചില ആൾക്കാർക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചില കോർഡിനേഷൻ കപ്പാസിറ്റി ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ചില ആൾക്കാർക്ക് മറ്റു ഇതര മേഖലയിലായിരിക്കാം. അപ്പൊ ഏത് മേഖലയിലാണോ ഏത് കാര്യത്തിലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിവ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്, ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കഴിവ് തെളിയിക്കാം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാം, പക്ഷെ ഈ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. സോ ഈ ബിസിനസ്സിലും നമുക്ക് നിരവധി കാര്യങ്ങളുണ്ട് അല്ലെ? ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ പല ജാതി ഉത്തരവാദിത്തങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന വ്യക്തി, അതാണ് ലീഡർഷിപ്പിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. ഒന്നാമത്തെ ക്വാളിറ്റി പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യുന്നു, ആദ്യമായി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ഡ്രീംസിനെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കപ്പെടണം. ഞാൻ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് കൃത്യമായി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോളും ഡ്രീമും സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെക്കപ്പെടണം. ഒരിക്കലും എഴുതി വെക്കപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ ഇന്ന് ഇരിക്കുന്ന വണ്ടി പോലും ഞാൻ എഴുതി വെച്ചതാണ്. ഐ മീൻസ് ഒരു ലക്ഷറി വാഹനത്തിലേക്ക് എനിക്ക് പോകണം എന്നുള്ള മോഹവുമായിട്ട് ഞാൻ ബിസിനസ്സിൽ വന്നതിന് ശേഷം 2-3 വർഷം കൊണ്ട് മാറ്റി ചെയ്തപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പെട്ടതാണ് ഇന്ന് ഞാൻ ഇരിക്കുന്ന വണ്ടി പോലും. ഐ മീൻസ് ഇതൊക്കെ നമ്മളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കപ്പെടണം. കാരണം ലോകം പോലും സൃഷ്ടിക്കപ്പെട്ടത് ആദ്യ മനുഷ്യനോട് പറഞ്ഞ കാര്യമുണ്ട്. ആദ്യ മനുഷ്യൻ വന്ന സമയത്ത് മാലാഖമാർ ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു, ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അതായത് ആ വാക്യം തുടർന്നുകൊണ്ട് അല്ലമൽ ഇൻസാന മാലം യഅലം, അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. കലമ കൊണ്ടാണ് ലോകത്ത് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ ഇതേ കലമ കൊണ്ടാണ് നമ്മളെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കപ്പെടേണ്ടത്. സോ സീരിയസ്ലി നമ്മളെ ഡ്രീംസും നമ്മളെ ഗോൾസും നമ്മൾ റിട്ടേൺ ചെയ്യപ്പെട്ടതായിരിക്കണം, അത് എഴുതി വെക്കപ്പെട്ടതായിരിക്കണം. സോ സീരിയസ്ലി ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഞാൻ പറഞ്ഞു വെച്ചത്, നിങ്ങൾ പർപ്പസ് ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ ഗോള് ലക്ഷീകരിക്കണം, നിങ്ങൾ ഗോളിനെ സെറ്റ് ആക്കണം, ആൻഡ് ഡ്രീംസിനെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഞാൻ എന്തിന്റെ ബിസിനസ് ചെയ്യണം, എനിക്ക് ഇന്നാലുള്ള സ്വപ്നങ്ങൾ നേടണം, എനിക്ക് ഇന്നാലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എന്നെ കുറിച്ച് ആലോചിക്കുന്ന, എന്നെ കുറിച്ച് ഓർക്കുന്ന ഒരു സമൂഹത്തെ ഈ ലോകത്തേക്ക് മാറ്റി വെക്കപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ബാക്കി നിർത്തി എനിക്ക് ഈ ലോകത്തോട് വിട പറയണം എന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങളും പർപ്പസും അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ ലക്ഷ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഇതാണ് ശരിക്കും മൈ ലൈഫിന്റെ പർപ്പസ് കൂടി. കാരണം മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മൈ ലൈഫ് സ്റ്റൈൽ, അത് നിങ്ങളുടെ ജീവിതം കൂടിയാണ്. സോ സീരിയസ്ലി ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങൾ ഡ്രീമിനെ കൃത്യമായിട്ട് ചാർട്ടഡ് ചെയ്യുക. അതിൽ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ലീഡർമാരുടെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ്സുകൾ കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ശരിക്ക് ഉപയോഗപ്രദമാകുന്നത് അത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന സമയത്താണ്. നമ്മൾ കേട്ട അറിവിനെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ശരിക്ക് അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവായി മാറുന്നത്. മറ്റത് വെറും ഒരു അറിവായി മാറും, തിരിച്ചറിവില്ലാത്ത അറിവായി മാറുന്നുണ്ടാവും. സോ സീരിയസ്ലി നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക, ഡ്രീമിനെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഒരു ലീഡർഷിപ്പിന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫസ്റ്റ് ക്വാളിറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഈ വിഷയത്തിൽ 2-3 വിഷയത്തിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വ ബോധം. ഇതിൽ പലപ്പോഴും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. പല കാലത്ത് നമുക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ല അല്ലെ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളൊക്കെ കാണുന്ന സംഭവമാണ്. ഒരു പ്രോഗ്രാം വരുമ്പോൾ പ്രത്യേകിച്ച് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഞാനൊന്നും അറിയില്ല രാമായണ എന്നുള്ള ചിന്താഗതി പലപ്പോഴും പല ആളുകളുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ആ വ്യക്തിയുടെ 2 ബ്രാഞ്ചിനും ഓരോ വ്യക്തി അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ബ്രാഞ്ച് 1 ഒരു വ്യക്തി, ബ്രാഞ്ച് 2 ഒരു വ്യക്തി അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി ശരിക്കും ആർക്കാണ് ഫസ്റ്റ് വരുന്നത്? അല്ലെ, ഡയറക്റ്റ് ത്രൂ അപ്ലൈൻ ആരാണ്? മേൽ അപ്ലൈൻ. അപ്പൊ ഈ അപ്ലൈൻ്റെ ഉത്തരവാദിത്തമാണ് ശരിക്കും എന്ത്, ഈ രണ്ട് വ്യക്തികളെ കൃത്യമായിട്ടുള്ള ഒരു പാത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അതിന് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് സഹായം വേണ്ടത്, ആ സഹായം ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണം, അവർക്ക് ലീഡർമാരെ ഹെൽപ്പ് വേണ്ടി വരും, സിസ്റ്റത്തിന് ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ആ സിസ്റ്റവും ലീഡർഷിപ്പിന് ഹെൽപ്പോട് കൂടിയിട്ട് ഈ വ്യക്തിയെ വളർത്തേണ്ടതും ഏറ്റെടുക്കേണ്ടതും അദ്ദേഹത്തെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ കൊടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറയുന്ന അപ്ലൈൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി, എന്റെ ബ്രാഞ്ച് 1 ഉദാഹരണം റമീസ് സാറും എന്റെ ബ്രാഞ്ച് 2 എന്റെ സ്ക്രീൻ കാണുന്ന സേനത്ത് മാഡം, ഈ രണ്ട് വ്യക്തികളാണ് രണ്ട് ബ്രാഞ്ചിൽ എന്റെ സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ എന്റെ കടമയാണ്, അതല്ലാതെ എന്റെ അപ്ലൈൻ്റെ കടമയല്ല. അവർ എന്റെ മേലെ, എന്റെ നേരെ സ്പോൺസറിൽ വന്ന വ്യക്തികളെ ഉത്തരവാദിത്വം എന്റെ കടമയാണ്. ഈ ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ ജയിക്കാൻ സാധിക്കത്തുള്ളൂ, ഇതിന് കൃത്യമായി സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റവും പ്രധാന ഘടകമാണ്. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽപ്പെട്ട ഒന്നാമത്തെ ഘടകം റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വ ബോധമാണ്. കാരണം ഇന്ന് വെറി 007 എണ്ണ കമ്മിറ്റ്മെന്റ് പോലും ഒരു പക്ഷെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അതിന്റെ മുഫ്രദായിട്ട്, ഐ മീൻസ് അതിന്റെ ഒരു അതേ പദമായിട്ട് എണ്ണപ്പെട്ടത് റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഉത്തരവാദിത്തം നിർബന്ധമാണ്. കമ്മിറ്റ്മെന്റിന്റെ ഒരു മറുപദമായിട്ട് നമുക്ക് എന്താ പറ്റും, അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് റെസ്പോൺസിബിലിറ്റി. സോ ഏതോ ലീഡർക്കും വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊക്കെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി? ഫസ്റ്റ് വേണ്ടത് സ്വന്തത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമാണ്. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് കൃത്യമായൊരു ഉത്തരവാദിത്തമാണ്. സെൽഫ് റെസ്പോൺസിബിലിറ്റി മസ്റ്റാണ്. സെൽഫ് റെസ്പോൺസിബിലിറ്റി അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടീം റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക്, കാരണം ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം ഫസ്റ്റ് ആറ് തന്നെയാണ്, നമ്മൾ ഐഡിയ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ടീം റെസ്പോൺസിബിലിറ്റി, അല്ലെ? നിങ്ങൾ ടീമിനോടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ടീമിന് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ടീം പ്ലെയർ ആവണം. നമ്മൾ ടീം പ്ലെയർ ആവേണ്ടത് കോച്ചല്ല ആവേണ്ടത്. കോച്ച് എന്താണ്? ഓൺലി നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അവിടെ കളിക്ക്, ഇവിടെ കളിക്ക്, അല്ലെ? ഒരു ടീം പ്ലെയർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ, ദാറ്റ് ഈസ് ക്യാപ്റ്റൻ, ഒരു ടീം പ്ലെയർ ആണ്. ഒരു ലീഡർ എ ടീം പ്ലെയർ. ഒരു ലീഡർ ആവുമ്പോൾ തന്റെ ടീമിനോട് കൂടി കളിക്കുന്ന വ്യക്തിക്കാണ് ടീം പ്ലെയർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ടീമിനോട് വേണ്ടത്. ടീമിന് വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ നിർദ്ദേശിച്ചു കൊടുക്കാനും അവരെ കൂടെ വർക്ക് ചെയ്യാനും അവരെ വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ ചെയ്യിപ്പിക്കാനുമുള്ള കഴിവുള്ള വ്യക്തിയാവണം ഒരു ലീഡർ. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടീമിനോടുള്ളത്. അതല്ലാതെ എപ്പോഴും അവര് ചെയ്യാൻ ചാൻസ് ഇല്ല, ഞാൻ തന്നെ ചെയ്താലേ റെഡി ആകൂ എന്നുള്ള ഒരു ചിന്തയും അവൻ തെറ്റാണ്. ഞാൻ തന്നെ ചെയ്താലേ റെഡി ആവും, അവൻ തെറ്റാണ്. പലതും നമുക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ്, അതായത് നമ്മളിൽ നിന്നും മാറ്റി കൊടുക്കേണ്ടതും അവരിലേക്ക് ജസ്റ്റ് കൊടുത്തയക്കേണ്ടതും അവരെ മേൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും കൂടി ഈ ലീഡർ ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത എന്തൊക്കെയാണോ ആ ചെയ്ത കാര്യങ്ങൾ എന്റെ താഴെ ചെയ്യുന്ന ആളുകളെ ഞാൻ എന്നുണ്ടാക്കുന്നോ അന്നേ ഞാൻ ഫ്രീ ആകുന്നുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുത്ത് അവരെ മെല്ലെ മെല്ലെ, അല്ലെ, സ്ലോ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം വന്ന സമയത്ത് നിങ്ങൾ ചെയ്തൊരു കാര്യമായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യല്, ഓർഡർ ഫോം കറക്റ്റ് ചെയ്യല്, അതുപോലെ തന്നെ ID ക്രിയേറ്റ് ചെയ്യല്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ KYC ചെയ്യല്, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാളെ ചെയ്യുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ താഴെ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത് പിന്നെ NDO ആയിരുന്നു അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് ആയിരുന്നു, അത് ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, താഴെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ താഴെ വരുന്ന ആളുകളെ പഠിപ്പിക്കുന്നത് കൂടി ടീമിനോടുള്ള ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അതല്ലാതെ ടീമിന് വർക്ക് എടുപ്പിക്കുക BV കയറ്റം മാത്രമല്ല, അവരെ കൊണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യം പഠിപ്പിച്ചു കൊടുക്കലും അവരെ താഴത്ത് അവരെ പോലത്തെ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കലും ഒരു ലീഡറുടെ ടീമിനോടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. സ്വന്തം റെസ്പോൺസിബിലിറ്റി പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ അറിവ് കൂട്ടണം, സ്കില്ല് കൂട്ടണം, നമ്മൾ കഴിവിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, മാക്സിമം പ്രോഗ്രാമുകൾ പങ്കെടുക്കണം, അറിവുകൾ കൂട്ടാൻ വേണ്ടി ബുക്ക് റീഡിങ് വായിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം, നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്തണം, നമ്മൾ കൃത്യമായിട്ട് ഒരു ഹോണസ്റ്റി ആയ വ്യക്തിയായി മാറണം. അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ വരുത്തേണ്ടത്, അതൊക്കെ നമ്മളോടുള്ള ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഓക്കെ, അടിക്കടി ഓരോ ദിവസം നമ്മൾ മാറണം. ടീമിനോട് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ടീമിന്റെ കൃത്യമായിട്ടുള്ള ഓരോ വളർച്ചയിലും ഞാൻ പങ്കാളിയാവണം. അതാണ് ടീം പ്ലെയർ.
ആ രീതിയിൽ എന്ത് ചെയ്യണം, ടീമിനോട് കൂടെ നിൽക്കണം. അതാണ് ടീമിനുള്ള ഉത്തരവാദിത്വം. ഇനി നമ്മുടെ കമ്പനിയുള്ള ഉത്തരവാദിത്വം. കമ്പനി പറഞ്ഞ ഓരോ റൂൾസും റൂൾസ് അല്ലെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കണം. ഓരോ കാര്യങ്ങളും അതിനപ്പുറം ഒന്നും ചെയ്യരുത്. കാരണം കമ്പനിക്കെതിരെ എന്ത് റൂൾസിനെതിരെ എന്ത് ചെയ്താലും, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി, സിസ്റ്റം മസ്റ്റാണ്. സിസ്റ്റത്തിനെതിരെ ഒന്നും ചെയ്യരുത്. സിസ്റ്റം എന്ത് പറഞ്ഞോ അത് ചെയ്യണം. അത് ടീമിനെ പഠിപ്പിക്കണം. നമ്മൾ ലീഡർമാർ നമ്മൾ ഓരോ സിസ്റ്റം പഠിപ്പിക്കണമെങ്കിൽ ആ സിസ്റ്റം കൃത്യമായിട്ട് ടീമിന് കൊടുക്കേണ്ടത് ടീമിനുള്ള ഉത്തരവാദിത്തമാണ്. സെയിം ടൈമിൽ നമ്മുടെ സിസ്റ്റത്തോടുള്ള ഉത്തരവാദിത്തമാണ്. കാരണം സിസ്റ്റം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്, നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്ട് അത് എന്താവട്ടെ, നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ, അത് രണ്ടും ഉത്തരവാദിത്തം കൂടി നമ്മൾ ചെയ്യാൻ പറ്റണം. സോ വ്യക്തമായുള്ള ഒരു ധാരണയുള്ള, ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതല്ല എല്ലാം എൻ്റെ ലീഡർ ചെയ്തോളും, എല്ലാം എൻ്റെ ടീം ചെയ്തോളും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ നിന്നുള്ളതല്ല, ജീവിതത്തിൽ എവിടെയും വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഉത്തരവാദിത്തം ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്ക് വലിയ വലിയ ഉന്നതിയിലേക്ക് വിജയിച്ചു പോയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാൻ പറ്റും, ഇന്ന് നമ്മുടെ ലീഡർമാരായിട്ടുള്ള ഓരോ വ്യക്തികളും ഒരു സമയത്ത് അവർ ഉത്തരവാദിത്തം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട വിധത്തിൽ കൃത്യമായി ചെയ്തത് കൊണ്ടും മാത്രമാണ് അവരിന്ന് വലിയ വലിയ പദവിയിൽ ഇരിക്കുന്നത്. സോ റെസ്പോൺസിബിലിറ്റി ഈസ് ഫസ്റ്റ്. ഒരു ലീഡർക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വാളിറ്റി നമുക്ക് സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക്. നമുക്ക് എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷെ വലിയ റിസൾട്ട് തരാമെന്നില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്ലസ് സ്മാർട്ട് വർക്ക്, നമുക്ക് സ്മാർട്ട് വർക്ക് വേണം. കാരണം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ലിവറേജ് സിസ്റ്റമാണ്. നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഉത്തരവാദിത്തത്തിൽ കൂടി ചെയ്യുന്ന ഒരു സമൂഹത്തെ താഴെ 2 ലെയറായി ക്രിയേറ്റ് ചെയ്യാം. അതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഷയിൽ പറഞ്ഞ 16 ലെയറായി ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി സീലിംഗ് അച്ചീവറാണ്. 16 ലെയറായി ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി സീലിംഗ് അച്ചീവറാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അല്ലേ? സോ അതിലേക്ക് എത്തിപ്പെടണം. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്മാർട്ട് വർക്കർ ആവണം. പ്ലസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ ബ്രെയിനിൽ എപ്പോഴും സ്മാർട്ട് വർക്കറായി നിങ്ങൾ മാറണം. നിങ്ങൾ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തക്കാർ എന്തൊക്കെ അവരെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അളന്നു മുറിച്ചുള്ള ഒരു ബ്രെയിൻ നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ ലീഡർമാരുടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തി കൃത്യമായിട്ട് പർപ്പസും വിഷനും ഐഡന്റിഫൈ ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് ഇതെങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു മന്ത്ലി പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടായിരിക്കും, ഡെയിലി പ്ലാൻ ഉണ്ടായിരിക്കും. അതാണ് ടു ഡു ലിസ്റ്റ് അല്ലേ? മീൻസ് നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായി നിങ്ങൾ ചെയ്യണം. ഓരോ മാസവും ചെയ്യേണ്ട വർക്കുകൾ അത് ചെയ്യണം. ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും. എൻ്റെ ഗോളിലേക്ക്, എൻ്റെ ഡ്രീമിലേക്ക് ഞാനുള്ള ദൂരം ഇതാണ്. ഉദാഹരണം, ഒരു വ്യക്തി 2026 എന്ന് പറയുന്ന വർഷം ജനുവരി മാസത്തിൽ എൻ്റെ റാങ്ക് ഇതായിരിക്കും, എൻ്റെ ടീമിൽ 2 STCകൾ പറക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ഞാനിത് എങ്ങനെ അതിലേക്ക് എത്തും, ഈ പറയുന്ന കാര്യത്തിലേക്ക്. ഞാൻ ഇത് മാത്രം എന്നുള്ള ചെറിയ ഒരു ഉദാഹരണം പറയെങ്കിൽ, എനിക്ക് അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിലേക്ക് സെയിൽസ് ടേണർ ബോണസ് ആയിട്ട് എനിക്ക് ഒരു 10,000 രൂപ വാങ്ങിക്കണം. താഴെ വരുന്ന വ്യക്തികൾക്ക് ഒരു 5,000 രൂപ വാങ്ങിച്ചു കൊടുക്കണം എന്നൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗോളിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതാണ് സ്മാർട്ട് വർക്ക്. ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം ഈ ഒരു ഗോളിന്, ഇതിനെങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ കൊണ്ടുവരണം. അതിനൊരു പ്ലാൻ നിങ്ങൾ ജസ്റ്റ് വരച്ചു വെക്കണം, അതിന് പ്ലാൻ ഉണ്ടാക്കി വെക്കണം. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സ്മാർട്ട് വർക്ക്. അതുപോലെ തന്നെ അതിനെ കൃത്യമായിട്ട് ലിവറേജ് സിസ്റ്റത്തോട് കൂടി കൊണ്ടുപോകണം. ആരെ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചെയ്യിപ്പിക്കണം, എവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇടപെടേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്കൊരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ്. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ബിസിനസ് സക്സസ് ആവാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സ്മാർട്ട് വർക്കർ ആണ് ലീഡർ, റെസ്പോൺസിബിലിറ്റി വ്യക്തിയാവണം. ആൻഡ് തേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹോണസ്റ്റിയോട് കൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളൊരു മനോഭാവം അല്ലെ, എന്തിനേയും പോസിറ്റീവായി കാണാൻ പറ്റണം. അത് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. എന്തിനേയും പോസിറ്റീവായി കാണാൻ പറ്റണം. ഉദാഹരണം, എന്ത് വരുന്ന സമയത്ത് ഉദാഹരണം, നിങ്ങൾ ലീഡർ ഒരു പക്ഷേ ചില സമയങ്ങളിൽ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല ലീഡർമാർ. കാരണം ലീഡർ എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല ഒരു മാനേജറോ അല്ലെങ്കിൽ കോച്ചോ മാത്രമല്ല, എപ്പോഴും ശാസിക്കുക എന്നുള്ളതാണ് മാനേജറുടെ ഉത്തരവാദിത്തം അല്ലെ. എപ്പോഴും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഉത്തരവാദിത്തം അല്ലെ.
ഇത് രണ്ടുമല്ല ഒരു ലീഡർ എന്ന് പറയുന്നത്. ലീഡർ എന്ന് പറയുമ്പോൾ ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ തന്റെ കുട്ടി എന്താകണം ഭാവിയിൽ എന്നുള്ള ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തിക്കാണ് പാരന്റ്സ് എന്ന് പറയുന്നത്, അല്ലെ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു ഗാർഡിയനാണ് നമ്മുടെ ആര്, ലീഡർ എന്ന് പറയുന്നത്. ഈ ലീഡർക്ക് അറിയാം ഈ വ്യക്തി എന്താവണം, എവിടെ എങ്ങനെ എത്തണം. അതുകൊണ്ട് തന്നെ നമ്മളിലൊക്കെ വരേണ്ട ഒരു സംഭവമുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവണം. എന്തിനേയും പോസിറ്റീവായി കാണാൻ പറ്റണം. നമ്മൾ ലീഡർമാരെന്ന് പറയുമ്പോഴും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർമാരെന്ന് പറയുമ്പോഴും അത് കൃത്യമായിട്ട് അതിനെ ഒന്ന് ചിന്തിച്ച്, നമ്മളിപ്പോൾ ഇസ്ലാം പോലും കൽപ്പിക്കുന്ന കാര്യമുണ്ട്, എന്ത് കാര്യത്തെയും ഒറ്റ അടിക്ക് എന്ത് ചെയ്യരുത്, മറുപടി കൊടുക്കരുത്, അല്ലേ? അതിന് ജസ്റ്റ് ഒന്ന് കേട്ട്, ഫസ്റ്റ് ലിസണിങ് ആണ്, ഫസ്റ്റ് ഒന്ന് കേട്ട് അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് എന്നിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുക. കാരണം ലോകത്തെ ഏറ്റവും മൂർച്ചയേറിയ 2 ആയുധങ്ങൾ, ഒന്ന് അല്ലേ നമ്മുടെ വാളാണെങ്കിൽ അതിനേക്കാൾ മൂർച്ചയേറിയ ആയുധമാണെന്ത്, നാവ്. നമ്മൾ എന്തൊരുവിടുന്ന സമയത്തും അത് റിട്ടേൺ വരുന്ന സമയത്ത് അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് നമ്മൾ കേൾക്കുന്ന സമയത്തും, ഇപ്പൊ നിങ്ങൾ തന്നെ ഉദാഹരണം, നിങ്ങൾ ടീമിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്കാണ് ലീഡർമാർ വരുന്നത്. ആ സമയത്ത് ആ ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോൾ അതിനെ കേട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം അതിന് മറുപടി കൊടുക്കേണ്ടത്. ഒറ്റയടിക്ക് ചില മറുപടി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, പക്ഷെ എന്ത് കാര്യത്തിനെയും ഒരു പോസിറ്റീവായി കണ്ട് അത് കൃത്യമായിട്ട് വരും വരായികൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് അതിനെ കൃത്യമായിട്ട് നമ്മൾ പരിഹരിക്കേണ്ടത്, അതിനെ കണക്കാക്കേണ്ടത്. സോ സീരിയസ്ലി നമ്മൾ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവണം. നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വ്യക്തിയായി മാറണം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തു ഒഴിവാക്കണം. എന്ത് കേട്ടതിനെ പോസിറ്റീവായി ചിന്തിക്കണം, എന്തിനേയും പോസിറ്റീവായി കാണണം, എന്ത് സംസാരിക്കുന്ന സമയത്ത് പോസിറ്റീവായി സംസാരിക്കാൻ പറ്റണം. നമ്മുടെ ബിസിനസ്സിൽ പോലും നമുക്ക് വിശ്വാസം അടിസ്ഥാന ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. സോ നമ്മൾ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരാം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം പോസിറ്റീവായ ചിന്തകൾ തരുന്നതാണ് ബുക്കുകൾ. ബുക്ക് റീഡിങ്സ് മസ്റ്റായി കൊണ്ടുവരണം. വെറുതെയല്ല, നമുക്ക് 5 ഫിംഗേഴ്സിൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എണ്ണി കൊടുത്ത് ബുക്ക് റീഡിങ് ഫസ്റ്റ് എണ്ണിയത്. നല്ല നല്ല ബുക്കുകൾ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, അതുപോലെ തന്നെ നമ്മുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ തുടങ്ങിയ നിരവധി ബുക്കുകൾ നമുക്കുണ്ട്. സീക്രട്ട് ഉണ്ട്, അതുപോലെ തന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് തുടങ്ങിയിട്ടുള്ള നിരവധി ബുക്കുകളുണ്ട്. നമ്മളെ മൈൻഡിന്റെ പവർ അറിയാനും നമ്മുടെ ചിന്താഗതി വളർത്താനും നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഓരോ ക്വാളിറ്റീസും നമ്മളിൽ വളർത്താനൊക്കെ സഹായിക്കുന്ന ബുക്കുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ നമ്മൾ റീഡ് ചെയ്യാം, മാക്സിമം വായിക്കാം. പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുക, അത് നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ വീഡിയോസ് ലീഡർമാർ എങ്ങനെ ഈ ലോകത്ത് വളർന്നു, അല്ലേ? ഒരുപാട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുലൈമാൻ മേൽപ്പത്തൂർ. ഇവിടെ ഒരുപാട് വലിയ പുതിയ പുതിയ ആശയം കൊണ്ടൊരു പക്ഷെ നമുക്ക് എന്താ അറിയില്ല, മീൻസ് നല്ലൊരു വ്യക്തിയാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസിന് കൃത്യമായി പറഞ്ഞ് അതിന് രക്ഷാപൂർവ്വം എല്ലാ വിശ്വാസപരമായി എല്ലാം കൊണ്ട് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മളെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാൻ, പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരാൻ കാണണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടാലും അതിന് കൃത്യമായിട്ടൊരു പോസിറ്റീവ് വശം അതിന് കാണാൻ പറ്റണം, അല്ലേ? ഇപ്പോ നമ്മൾ സാധാരണ നമ്മളെ പറയുന്ന സംഭവമാണ്. ഉദാഹരണം, ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെ, ഒരു നടി. അവര് ഉദാഹരണം സണ്ണി ലിയോൺ പാല് കൊടുക്കുന്ന സമയത്ത് 2 കാര്യത്തിലൂടെ കാണാൻ പറ്റും. ഒരു ഉദാഹരണം, ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്താവാം, അല്ലെ, ഒരു നെഗറ്റീവ് വശം കാണാം. 2ാമത് വശം, ഇത്രയും ഒരു വ്യക്തി ഒരു അമ്മയായിട്ട് ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്ന രൂപത്തിലും കാണാൻ പറ്റും. ഈ 2 രൂപം നമുക്ക് കാണാം. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാച്ചായോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്ത് പ്രശ്നം വന്നാലും അതിനെ പോസിറ്റീവായി സമീപിക്കാൻ പറ്റണം. ഒരു ലീഡർഷിപ്പിന് അവിടെ ഫസ്റ്റ് ക്വാളിറ്റി അതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എന്ത് കാര്യത്തെയും പോസിറ്റീവായി കാണണം, അല്ലെ? എല്ലാ മതവും കൽപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം വന്നാലും ഇസ്ബിർ, ആദ്യം ക്ഷമിക്കാം, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കാം, എന്നിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കാം. സോ നമ്മൾ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരേണ്ട ഒരു ക്വാളിറ്റിയാണ് പോസിറ്റീവായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം. ഇപ്പൊ എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ തുടക്കത്തിലൊക്കെ, ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ട് എൻ്റെ ഒരു തോന്നുന്നുണ്ട്, ഞാൻ തുടക്കത്തിലൊക്കെ ഭയങ്കര പൊട്ടിത്തെറിപ്പ്. മീൻസ് എൻ്റെ ലീഡർമാർക്ക് കൃത്യമായി അറിയാൻ പറ്റും, എന്നെ മാനേജ് ചെയ്യാൻ പോലും പക്ഷെ പണി ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ കാരണം മൈ ലൈഫാണ്. ഈ ഒരു SBG ആണ്, ക്ലിയേഴ്സ് അക്കാഡമിയാണ്, ഇങ്ങനെ ഓരോ നമ്മൾ ലീഡർമാരാണ്. സോ ഇത്തരത്തില് നമ്മളുടെ പ്രഷർ ലെവൽ ഇതൊക്കെ കൃത്യമായിട്ട് കുറക്കണം. നമുക്ക് പ്രഷർ ഏറ്റവും കൂടുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മൾ നടക്കുക എന്നുള്ളത്. സ്പീഡ് നടന്നാൽ മതി, അല്ലേ? നമ്മൾ ആരും എന്ത് കേട്ടിട്ടില്ല, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച വ്യക്തി ഭയങ്കര പാച്ചിലെന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ടെൻഷനോ നമുക്ക് പ്രഷറോ കൂടിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരുന്ന സമയത്തും നമ്മളതിനെ നല്ലത് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ
പെട്ടെന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ശാന്തമാവും, ബ്രെയിന് ശാന്തമാവും, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ചിന്തയിലേക്ക് പിന്നെ ബ്രെയിന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുകൊണ്ട് പ്രഷർ, നമ്മളെ ക്ഷമ എപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പഠിക്കണം. എന്ത് കാര്യം വരുമ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ വരും. കാരണം ബിസിനസ്സിൽ നമ്മൾ വിചാരിച്ച മാർക്കൊന്നുമല്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി എന്ന് പറയുന്നത് ആളുകളെ മേക്കുന്നതാണ്. പ്രവാചകന്മാരെ പോലും ഈ സമൂഹത്തെ കൃത്യമായിട്ട് പ്രബോധനം ചെയ്യപ്പെടാനും അല്ലെങ്കിൽ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആടുകളെയാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ്? ലോകത്തിന്റെ എല്ലാ ചരിത്രത്താളുകളും നമുക്ക് കാണാൻ പറ്റും. ഏത് ലോകത്ത് വന്ന കൃഷിവര്യന്മാരാവട്ടെ, ഒരുപാട് സന്യാസികളാവട്ടെ, എല്ലാ ആളുകൾക്കും അവർ ഈ ലോകത്തേക്ക് നന്മ പ്രചരിപ്പിക്കാൻ വന്ന സമയത്ത് അവർ കൃത്യമായിട്ട് നർച്ചറിങ് പഠിപ്പിച്ചത് ഇത്തരത്തിൽ ഓരോ പരീക്ഷണത്തിലൂടെയാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പണി എന്ന് പറയുന്നത് ആളുകളെ മേക്കുന്ന പണിയാണ്. ലീഡിങ് ആണ്, ലീഡിങ് ദ പീപ്പിൾ. അതുകൊണ്ട് പല ജാതി പല സ്വഭാവം ആളുകളായിരിക്കും. ചില തണുത്തലുണ്ടാവും, ചിലപ്പോൾ പൊട്ടിത്തെറിപ്പുണ്ടാവും, അങ്ങനത്തെ ഒരുപാടൊക്കെ നമ്മൾ ബിസിനസ് വരും. അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കണം, എല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തിയാവണം ലീഡർ. പക്ഷെ എല്ലാ കാര്യത്തെയും പഠിച്ചിട്ടാണ് തിരിച്ചങ്ങോട്ട് റിട്ടേൺ കൊടുക്കേണ്ടത്. ഓക്കെ, അതല്ലാതെ ഒറ്റയടിക്ക് വെട്ടൊന്ന് തുണ്ടരുണ്ട്. ഈ സ്വഭാവം ലീഡർഷിപ്പിന് പറ്റിയ ആറ്റിറ്റ്യൂഡല്ല, അത് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ പൊട്ടിത്തെറിപ്പ് ഒരു ആറ്റിറ്റ്യൂഡല്ല. അതുപോലെ തന്നെ എന്ത് കണ്ടാലും ലാളിക്കലും അതൊരു നല്ല ആറ്റിറ്റ്യൂഡല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു വ്യക്തി നശിച്ചു പോകുന്ന കാരണം അതാണ്. ആലോചിച്ച് നോക്കി, നമുക്ക് അറിയാൻ പറ്റും നമ്മളെ സമൂഹത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടി വടക്കാവുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ പ്രശ്നം വരുന്നത് അത് പണ്ടേ അതിനെങ്ങനെ ലാളിച്ച് വളർത്തുന്ന കുട്ടിയാണ് എന്ന് പറയാറില്ലേ ഉമ്മച്ചി ഉപ്പച്ചി. അങ്ങനെ എന്താ പറയുക, കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞേക്ക് അങ്ങനെ ആ രീതി കൊണ്ടുപോകണം. അങ്ങനെ ഒരിക്കലും പാടില്ല. ഏതൊരു വ്യക്തിയെ വേണ്ട സമയത്ത് ശാസിക്കാനും വേണ്ട സമയത്ത് സ്നേഹിക്കാനും ഒരു സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. നമ്മളെ കൂടെ വന്നവരെ വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും. ചില ആൾക്കാരുണ്ട്, അയ്യോ അവള് ചെയ്യോ അല്ലെങ്കിൽ ഇവര് ചെയ്യോ എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ ഏത് സമയത്തും നല്ല രീതിയിൽ അവർക്ക് കൃത്യമായിട്ട് വേണ്ട സമയത്ത് നിർദ്ദേശം കൊടുക്കാനും അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വരണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. സോ ക്ഷമ വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായി ചിന്തിക്കണം. വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ എന്തും ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരാനും അതിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ വരണം. എന്തിനേയും ക്ഷമിക്കാനും സഹിക്കാനും അതുപോലെ തന്നെ എന്ത് കാര്യത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം. ചില അതില്ല, ലിസണിങ് പവർ ഇല്ല. ലീഡർഷിപ്പിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ലിസണിങ് ആണ്, അല്ലേ? എന്ത് കാര്യം കേൾക്കാൻ. ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു 90% 75% ഈ പറയുന്ന വ്യക്തി എന്ത് കൗൺസിലിംഗ് വരുന്ന സമയത്തും ഈ പറയുന്ന വ്യക്തി മെന്ററിംഗ് തന്നെയാണ്. ഈ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കലാണ് യഥാർത്ഥ കൗൺസിലറുടെ ഉത്തരവാദിത്വം, അല്ലേ? ആ വ്യക്തി എന്ത് പറയുന്നു, കാരണം അതന്നെ അയാൾക്ക് സമാധാനമായിരിക്കും. അയാൾ പറഞ്ഞ് കേൾക്കണം, കേട്ടിട്ട് സമാധാനമായി ഇരുന്ന് കേൾക്കാം. എന്നിട്ട് പരിഹാരങ്ങൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പോയിന്റ് കൊടുക്കാം. അപ്പൊ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം, ഇത് കേട്ടിരിക്കാനുള്ള മനോഭാവം അത് നമ്മൾ ഉണ്ടാക്കണം. ഒരുപാട് ക്വാളിറ്റീസ് ആണ്, സമയം വളരെ ചുരുക്കമാണ്, പരിമിതമാണ്. സോ ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റി വേണം, അല്ലേ? അതുപോലെ തന്നെ സ്മാർട്ട് വർക്കർ ആവണം. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം. ആൻഡ് ഫൈനലി നമ്മളൊക്കെ പറയുന്ന കാര്യം, ഈ ബിസിനസ്സിൽ നമ്മൾ കമ്മിറ്റ്മെന്റ് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി. നമ്മളെ അൽത്താഫ് സാറ് എല്ലാ ദിവസവും വോയിസിൽ രാവിലെ പറയുന്ന 3 കാര്യമാണ്, അല്ലേ? കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ്, ഹാർഡ് വർക്ക്. ഓക്കെ, സോ കമ്മിറ്റ്മെന്റ് കൺസിസ്റ്റൻസും ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പാറക്കഷ്ണത്തെ പോലും തുളക്കാനുള്ള പവർ ഒരു മഴത്തുള്ളിക്കുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശാസ്ത്രം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, അല്ലെ? സ്ഥിരമായിട്ട് അത് അവിടെ ഉറ്റി വീണു എന്നുള്ളതാണ്. സോ ഇതുപോലെ ഈ ബിസിനസ്സിൽ വൺ ഡേ യു ക്യാൻ വിൻ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദർ ഇസ് നോ സക്സസ്. നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. സോ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത്, ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യേണ്ടതാണ്. അതല്ലാതെ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് സാറേ ഞാൻ അന്ന് ബിൽഡ് ചെയ്ത ലിസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴൊന്നും ആവാൻ പറ്റിയില്ല, അതിന്റെ അർത്ഥം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യം ചെയ്യുന്നില്ല. ലിസ്റ്റ് എന്ന് പറയുന്നത് മരിക്കോളം തീരുന്നില്ല. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഉദാഹരണം, നമ്മൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഉണ്ടാവുന്നത് 210 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 700 1000 ലിസ്റ്റൊക്കെ. ഇപ്പൊ എന്റെ കോൺടാക്ട്സ് 5990 മൈ ലൈഫിൽ വന്ന ശേഷം കൂടിയതാണ്. 5990 കോൺടാക്ട് എന്റെ ഫോണിലുണ്ട്. ഐ മീൻസ് ഇതൊക്കെ ഇപ്പൊ വന്നത്. ആദ്യം ഒരു 300-400 കോൺടാക്ട്സ് ഉള്ളൂ. ഈ കോൺടാക്ട്സിൽ നമ്മൾ അരിച്ചു പെറുക്കിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്നത്. പക്ഷെ ശരിക്കും നമ്മളുടെ നമ്മളെ ITCO നമ്മളെ
ക്രൗൺ ഡയമണ്ടോ ക്രൗൺ അംബാസഡറോ വരുന്നത് ഒരിക്കലും നമ്മൾ ലിസ്റ്റിൽ നിന്നല്ല. അതാദ്യം നിങ്ങൾ വിശ്വസിക്കാം. വളരെ വിരളമാണ് നമ്മൾ ലിസ്റ്റിൽ നിന്ന് ആ വ്യക്തി വരുന്നത്. നമ്മൾ ലിസ്റ്റിൽ പ്രാത പല ആൾക്കാരുമാണ് പിന്നീട് നമ്മൾ ലിസ്റ്റിലേക്ക് വന്ന് വരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് എന്നും നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്ഡേഷൻ മസ്റ്റാണ്. നമുക്ക് എവിടെ നിന്നാണ് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഫംഗ്ഷന് പോണ സമയത്ത്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇൻവിറ്റേഷൻ അല്ലേ. പല ആൾക്കും പ്രശ്നമാണ്, സാർ ഞാൻ കുറേ വിളിച്ചു വന്നില്ല. ഇപ്പൊ തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് ഹൈ ഫ്ലേസ് 352 ആക്കാറുണ്ട്. ഇന്നലെ പല ആളുകളും പല ആൾക്കാരും കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും ഇന്നലെ കൂടുതൽ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചു ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ, അതിൽ പല ആൾക്കാർ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല. നമുക്കുള്ളൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കൊക്കെ ഞാനും നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണെന്ത്. നമ്മൾ ഒരാൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രഷർ കൂടും അല്ലെ. ഇല്ലെങ്കിൽ അവര് 2 വിളി വെക്കുമ്പോൾ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ വേഗം മറുപടി പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ക്ഷമ നിർബന്ധം. അപ്പൊ 10-15 അയാൾ വിളിക്കോളം അയാൾ എടുക്കോളം വിളിക്കാം അല്ലേ. പണ്ടേതോ ഒരു പണ്ഡിതൻ പാട്ടുപാടി മഴ പെയ്പ്പിച്ച പോലെ, അതൊരു ഗായകൻ പാട്ടുപാടി മഴ പെയ്പ്പിച്ച പോലെ, പാടിയിട്ട് മഴ പെയ്തല്ല പെയ്യോളം പാടിയതാണ് പറഞ്ഞ പോലെ. ഇതുപോലെ നമ്മൾ എടുക്കോളം വിളിക്കാം. കാരണം അയാളുടെ നന്മയാണ്, അയാൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയാണ് നമുക്ക് ഉണ്ടതെങ്കിൽ നമ്മൾ അയാൾ എടുക്കോളം വിളിക്കും. ചിലപ്പോൾ അയാൾ പിയാകും, ചിലപ്പോൾ അയാൾ വെറുത്ത് പറയും, വളരെ നേരമല്ല ശല്യം ഒക്കെ പറയും. അതൊന്നും വിഷയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ നിന്ന് ലീഡർമാരായിട്ടുള്ള ഓരോ ലീഡർമാരും തന്റെ ലീഡറെ കോള് ഫസ്റ്റ് വന്ന സമയത്ത് സ്റ്റാർട്ടിങ് ടൈമിൽ ആരും ചുരുക്കുന്നു വേണ്ട, എല്ലാവർക്കും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് തോന്നി വിളിക്കുന്നുണ്ട് അല്ലെ, ഒരു സ്വൈരം ഉണ്ടാവും. ഇനിയിപ്പോ എന്തായാലും മീറ്റിങ്ങിന് പോകണം, ഇങ്ങനെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് കോൾ വരുമ്പോ പിന്നീട് സ്നേഹമായി മാറി, പിന്നീട് അത് ആരാധനയായി മാറി, പിന്നീട് ഏറ്റവും വലിയ കണ്ട ദൈവമായി മാറി, എന്റെ ലീഡർ, എന്റെ മെന്റർ, കുമ്പസാര കൂടായി മാറി സ്റ്റേജ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ താഴെയുള്ള വ്യക്തി നിങ്ങൾ ജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കേണ്ട നോളജ് കൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അയാളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിളിക്കണം. അപ്പൊ ഇൻവിറ്റേഷൻ കൺസിസ്റ്റന്റ് ആയി ചെയ്യണം. പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. മോർണിംഗ് പ്രോഗ്രാം, ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗ്, റീഗനേറ്റ് പ്രോഗ്രാം, GTS, NDO, പല പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് തേർഡ് വണ്ണാണ് നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയി പ്രസന്റ് ചെയ്യണം. സേ നോ, ഇറ്റ്സ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഒരാൾ നോ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞെന്താ ശരിക്ക്, ഐ ആം നോട്ട് ഓക്കെ ബട്ട് ദർ ഇസ് സംബഡി വെയിറ്റിംഗ് ഫോർ യു. ദാറ്റ് ഈസ് എ സെന്റൻസ് ഓഫ് സേ നോ. നോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ല, ക്രൗൺ ഡയമണ്ട് മുബീൻ മുഹമ്മദ് പറഞ്ഞത്, സാർ പറഞ്ഞ വാക്കാണത്. നിങ്ങളോടൊരു വ്യക്തി നോ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഉള്ളുകൊണ്ട് പറയണത് ഐ ആം നോട്ട് ഓക്കെ ഫോർ യു, ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആയ വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്നേക്കാൾ പെട്ടെന്ന്, പണ്ട് ഏതോ തേച്ചുട്ടി നമ്മള് പ്രണയിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പറയുന്ന സംഭവം, ലാസ്റ്റ് പെണ്ണ് തേച്ച് നമ്മളെ ഇസ്തിരിയോട് തേക്കുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ആണ്, ഞാൻ നിനക്ക് മാച്ചല്ല, എന്നേക്കാൾ നല്ലൊരു കുട്ടി നിനക്ക് കിട്ടുമെന്ന് പറയും പോലെ അയാൾ പറയുന്ന വാക്കാണെന്ത്, ഞാൻ ഓക്കെ അല്ല, എന്നേക്കാൾ നല്ലൊരു വ്യക്തി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അവരെടുത്തേക്ക് പോകൂ. ആ ഒരു മനസ്സോട് കൂടി നമുക്കറിയാൻ പറ്റി. മാർക്കറ്റിംഗ് പയ്യന്മാരൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ, ഞാൻ തന്നെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ അവർ പോവുകയും ചെയ്യും. കോമഡിയാണത്. ഇവിടെ ആരുമില്ല, അപ്പൊ ഞാനില്ലേ, എന്നാലും ഒരു പോവും, അങ്ങനെ പറഞ്ഞൊരു പോവും. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്നിട്ട് അവരെ മുഖത്ത് പ്രസരിപ്പിക്കാനും അവർ എക്സൈറ്റഡ് ആയിക്കാനും. ഒരു ദിവസം ഞാൻ ഓർമ്മയുണ്ട്, മാർക്കറ്റിംഗ് പയ്യൻ വന്നിട്ട് ഭയങ്കര ഒരു 3 മണിയായിക്കണ്. 3 മണിക്കാണ് വെറുതെ, ഞാനന്ന് മൈ ലൈഫ് ചെയ്യുന്ന സമയമാണ്, അന്ന് കുറച്ച് ബോധം വന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ചോദിച്ചു, ഈ ഭക്ഷണം ചോദിച്ചു. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഒരു വെള്ളം കുടിക്കും, അപ്പൊ അത് വെള്ളം കൊടുത്തു. അപ്പൊ അവർ അത് ആർത്തിയോട് കുടിച്ചു. ഇന്റെ പ്രസന്റേഷൻ സൂപ്പർ, വെള്ളം കുടിക്കാതെ പ്രസന്റേഷൻ സൂപ്പർ. ഏത് സ്റ്റാഫാണ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റാഫാണ്. നമ്മളോ ബിസിനസ്മാൻ, കോട്ടും സൂട്ടൊക്കെ ഇട്ട് ബിസിനസ്മാൻ ആയിക്കണം. നമുക്കിപ്പോഴും കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാ. നമ്മളെ സ്വന്തം ബിസിനസ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. സോ സേ നോ. ഒരു നോ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. കാണിക്കണം. സീ മോർ പീപ്പിൾ. ലോകത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ജയിച്ചു ഏതൊരു ലീഡറും പറഞ്ഞത്, അവർ ഒറ്റ വാക്കിൽ വ്യത്യാസം പ്രഖ്യാപിച്ചൊരു കാര്യമേ ഉള്ളൂ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. സക്സസ് ആവണമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്ലാൻ പറയണം. കൺസിസ്റ്റന്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കണം. എടുക്കുന്നവർ കൺസിസ്റ്റന്റ് ആയി എടുക്കണം. നമ്മളൊക്കെ ഉദാഹരണം പറയാറുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന സംഭവം ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെ കോയക്കിണറിന്റെ പഞ്ചായത്ത് പൈപ്പ് അല്ലെ, ഈ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ കുറേ വട്ടം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ജസ്റ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെ. ആ സമയത്ത് ഒരു ധാരണ 90 അടിക്കാണ് അല്ലെങ്കിൽ 100 അടിക്കാണ് വെള്ളം കാണുന്നെങ്കിൽ 98ാമത്തെ അടിക്ക് ജസ്റ്റ് തല ചൊറിഞ്ഞു കഴിഞ്ഞാൽ, 2 കൈയും വിട്ട് തല ചൊറിഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് പോകും
അല്ലെ? അത് കൺസിസ്റ്റന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ നമ്മൾ കുഴിക്കുന്നത് ഇതിലൂടെ ഡയമണ്ട് ആവാനും ക്രൗൺ അംബാസഡർ ആവാനും നമ്മളെ ഫൈനാൻഷ്യൽ ഫ്രീഡം സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് ഏൺ ചെയ്യാനും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഷോ ദ പ്ലാനിലും കൺസിസ്റ്റന്റ് ആയി പ്ലാൻ പറഞ്ഞു കൊടുക്കണം. ഫോളോ അപ്പ്, ബേസിക് സ്റ്റെപ്പുകൾ, ഇതിലൊക്കെ കൺസിസ്റ്റൻസി ഉണ്ട്. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആലോചിച്ച് നോക്കി, ഇതിൽ വരെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് അൽതാഫ് സാർ അല്ലെ? ഈ അൽതാഫ് സാറ് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് എത്ര വട്ടം ഫോളോ അപ്പ് ചെയ്താണ്. ഭ്രമരം എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എത്രയോ കോളുകൾ, അൽതാഫ് സാറിന് എപ്പോഴും പറയാറുണ്ട്, എത്രയോ കോളുകൾ റഫീഖ് സാർ വിളിച്ച് ലാസ്റ്റ് കടയുടെ മുമ്പിൽ വന്ന് പോയി വിളിച്ചപ്പോൾ പോലും അൽതാഫ് സാർ ഫോൺ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ച ദിവസം, ആ പ്രോഗ്രാം കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഇനി അയാൾക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്താ, അപ്പോഴും പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്തു. ദാറ്റ് ഇസ് ഫോളോ അപ്പ്, കൺസിസ്റ്റന്റ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് നിർബന്ധമാണ്. നമുക്ക് നമ്മുടെ കൂടെ ഏതൊരു വ്യക്തി വരണമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളൊരു മാർക്കറ്റിംഗ് പയ്യന്മാർ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സമയത്ത് അത് ടയോട്ട ആവട്ടെ, കിയ ആവട്ടെ, അല്ലെങ്കിൽ മാരുതി സുസുക്കി ആവട്ടെ, ഏത് നെക്സി ആവട്ടെ, ഏത് ബ്രാൻഡ് ആവട്ടെ, നിങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെട്ടു. ആ നമ്പർ മാറ്റോളം കോള് വരും. എസ് പറഞ്ഞു. ഞങ്ങൾ പണ്ട് എറണാകുളത്ത് നിന്ന് ഏതോ പ്രോഗ്രാം കഴിഞ്ഞു ഗവൺമെന്റ് നമ്മൾ ആലപ്പുഴ നമ്മളെ ബോട്ടിന്റെ ആ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ സക്സസ് ഗ്ലോബൽ നടത്തിയ ബോട്ട് അച്ചീവ്മെന്റ്. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് പിറ്റേ നോമ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ നോമ്പൊക്കെ എടുത്ത് വന്ന്, അപ്പൊ ഏതായാലും AC യുള്ള വണ്ടിയിലേക്കല്ലേ, അപ്പൊ ജസ്റ്റ് കിയന്റെ ഷോറൂമിൽ എത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നമ്പർ കൊടുത്തു. ഇന്നും ആ നമ്പർ കോള് വരുന്നുണ്ട്. ഞങ്ങൾ ആരും നമ്പറല്ല കൊടുത്ത്, വേറെ ആളെ നമ്പറാണ് കൊടുത്തത്. പണി കൊടുത്താൽ ശീലമുണ്ടായതുകൊണ്ട് വേറെ ആളെ നമ്പർ കൊടുത്തു. ആ നമ്പറിലേക്ക് ഇന്നും കോള് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഫോളോ അപ്പ്. അയാൾ കാർഡ് എടുക്കുന്നോ, ഞങ്ങൾ കാർഡ് എടുക്കുന്നോ, നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. പക്ഷെ എങ്കിലും ഫോളോ അപ്പ്, ഏത് ഓഫർ വന്നാലും അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരിക്കലും ഒരു വ്യക്തിയെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല എന്ന് പറയുമ്പോൾ പോലും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്കൊരു വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാവും, ഈ വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയെങ്കിൽ പോലും ഉള്ള വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സമയം കൊടുത്ത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ കണ്ടിന്യൂ ഫോളോ അപ്പ് പോയാൽ മതി. സമയം കൊടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നെറ്റ്വർക്ക് ലീഡർ ആവണം, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്, നെറ്റ്വർക്ക് ഉള്ള ആളാവണം, അല്ലെങ്കിൽ ഈ വ്യക്തി അധ്വാനിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇങ്ങനത്തെ ആളുകൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൺസിസ്റ്റന്റ് ആയി ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെന്റ് അത് റെസ്പോൺസിബിലിറ്റി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ത് കമ്മിറ്റ്മെന്റ് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ അറ്റം കണ്ടേ മടങ്ങും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഒരു അടങ്ങാത്ത വാശിയും ഒരു പതറാത്ത മനസ്സും. ഇത് എപ്പോഴും ബിസിനസ് വേണം. ഞാൻ ഏറ്റെടുത്ത പ്രോജക്റ്റ് ജയിക്കും. അത് എന്താണ്, ഞാൻ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് സെഷനിൽ എന്റെ ടീമിനോട് പറഞ്ഞ കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയുള്ളവർ പറഞ്ഞത്രേ ഉള്ളൂ, നമുക്കിനി എന്ത് വന്നാൽ, ലോകത്ത് എന്ത് വിപ്ലവങ്ങൾ, എന്ത് ഭൂകമ്പം വന്നാൽ പോലും ഞാൻ എടുത്ത വാക്കിൽ നിന്ന്, ഞാൻ ഏറ്റെടുത്ത പ്രൊജക്റ്റിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് വെക്കില്ല. 100% വിശ്വസിക്കാം. അതിന് എല്ലാവരും തെറ്റിപ്പോയി, അതാരാവട്ടെ, ഒരു പ്രശ്നമില്ല, ഞാൻ അടി ഉറച്ചു നിൽക്കും. അതിന് അറ്റം കണ്ടിട്ട് നമുക്ക് ആലോചിക്കാം, ഈ ഇന്ത്യ രാജ്യം പോലും സ്വതന്ത്ര സമര സേനാനികള് അതിൽ ഒരുപാട് ആളുകളുണ്ടല്ലേ, അവരൊക്കെ അടിയുറച്ച് സമരം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് തെളിച്ചു കാട്ടി ഇവിടെ ഇരിക്കുന്നത്. ഓർമ്മ. ഇതുപോലെ ഈ ബിസിനസ്സിൽ നമുക്ക് ജയിക്കണമെങ്കിൽ, നമുക്കിത് അറ്റം കാണണമെങ്കിൽ, നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ നമുക്ക് കൃത്യമായിട്ടൊരു അവർ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ലീഡറായിട്ട് സ്മാർട്ട് വർക്ക് വിത്ത് ഹാർഡ് വർക്കോട് കൂടിയിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിലൂടെ ജയിക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരിക്കലും ഇട്ടേച്ച് പോകില്ല എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് എന്ത് വന്നാലും ശരി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം കിട്ടാനോ, നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റീസ്, നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തേക്കാം. നോ മാറ്റർ, ദാറ്റ്സ് നോട്ട് മാറ്റർ. ഒരിക്കലും പ്രശ്നമില്ല. കാരണം വൈകി വന്നാലും ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയി വരവേ എന്നാരോ ചൊല്ലിയ പോലെ ഫസ്റ്റ് എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടന്റ് അല്ല, ഫാസ്റ്റ് എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. മാക്സിമം ഫാസ്റ്റ് ആക്കുക. ആദ്യം എന്ത് ചെയ്യുന്നുള്ളതല്ല, മാക്സിമം ഫാസ്റ്റ് ആക്കുക. നിങ്ങൾക്ക് എത്ര വൈകിയാലും, എത്ര സ്ലോ, എത്ര ഡിലേ വന്ന ആൾക്കാർ പോലും നിങ്ങൾ വർക്കും, നിങ്ങളുടെ കാര്യങ്ങളും, നിങ്ങൾ പ്ലാനിങ്ങും നിങ്ങൾക്ക് കൃത്യമായിട്ട് നർച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ദ ഗ്രോയിങ് അപ്ലൈനുമായിട്ട് ഇരുന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എവിടേക്ക് പോകണം എന്നുള്ള കൃത്യമായി അറിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അവരെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാം. നമ്മൾ ആരാവട്ടെ, ഡസ് നോട്ട് മാറ്റർ. അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ആരാവട്ടെ, നിങ്ങൾ ജസ്റ്റ് അപ്ലൈ, നിങ്ങൾ പ്രോപ്പർ മെൻറ്ററോട് മുമ്പ്, നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈൻസ്
ഗ്രോയിങ് അപ്ലൈൻസ്, ഈ ബിസിനസിന്റെ സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഗ്രോയിങ് അപ്ലൈനുമായിട്ട് ഇരുന്ന് കൃത്യമായിട്ട് എവിടെ പോകണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. എന്തായാലും ബിസിനസ്സിൽ ഒരു ദിവസം ജയിക്കാൻ സാധിക്കും. ആ ദിവസം എന്താണുള്ളത് നിങ്ങൾ കുറിക്കാം. പണ്ട് മമ്മൂട്ടി ഏത് പടത്ത് പറഞ്ഞാൽ ഞാൻ എന്തായാലും മരിക്കും, പക്ഷെ ആ കലണ്ടർ ഒരു അച്ചടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ജയിക്കും. ആ കലണ്ടർ അച്ചടി അയക്കണ്ട, ആ കലണ്ടർ അച്ചടിക്കണം, എന്നിട്ട് കുറിച്ച് വെക്കണം, ഡേറ്റ് കുറിക്കണം. ഈ ദിവസം എന്റെ വിജയം പ്രഖ്യാപിക്കും. അന്ന് ഞാൻ റോസ് ലോഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഏതാണോ അവിടുത്തെ ഓഡിറ്റോറിയം, അപ്പൊ നമ്മളെ റമീസ് സാറൊക്കെ നമ്മളെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പോ തന്നെ അന്ന് ഇൻഷാല്ല അടിപൊളി ഒരു ഹർഷാരവത്തോട് കൂടി ഒരു വിജയം ആഘോഷിക്കണം. ഇതുപോലെ ഫിക്സ് ചെയ്യ് നിങ്ങളെ ആഘോഷം, നിങ്ങളെ വിജയാഘോഷം ആഘോഷിക്കാനുള്ള ഡേറ്റ്, അതുപോലെ തന്നെ ആ ഹോള്, അവിടെ വരുന്ന വണ്ടികളുടെ എണ്ണം, അവിടെ വരുന്ന വണ്ടികളുടെ കാറ്റഗറി, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ബ്രെയിനിൽ കൊണ്ടുവരാൻ പറ്റണം. എങ്കിലേ ആ വിജയം ഉണ്ടാവുള്ളൂ. ലോകത്ത് ഏത് കാര്യങ്ങളും 2 പ്രാവശ്യം സംഭവിക്കുന്നുള്ളൂ അല്ലെ? ഒന്ന് ആദ്യം ബ്രെയിനിൽ സംഭവിക്കും, പിന്നെ റിയൽ വേൾഡിൽ സംഭവിക്കും. ഈ സാധനം ഇവിടെ സംഭവിക്കണം എന്നതേ എന്താവുള്ളൂ, താഴത്ത് ഭൂമിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഇനി വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ഈ ബൈക്കിലാണെങ്കിൽ പോലും ബസ്സിലാണെങ്കിൽ പോലും നിങ്ങൾ ബെൻസിലോ BMW നിങ്ങൾ കാറിൽ പോകണമായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ പറ്റണം, അത് ബ്രെയിനിൽ കൊണ്ടുവരാൻ പറ്റണം. ഇതുപോലെ നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിഷ്വൽ ചെയ്യാൻ പറ്റണം. വിഷ്വലൈസേഷൻ, അത് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് കണ്ട് രാവിലെ ഇരിക്കുന്ന സാധനത്തിന് മാത്രമല്ല വിഷ്വലൈസേഷൻ പറയുന്നത്. നിങ്ങൾക്ക് എവിടെ പോകണം നിങ്ങൾ ജസ്റ്റ് ബ്രെയിന് കൊടുക്കാം, വിഷ്വൽ ചെയ്യാം, നിങ്ങൾക്ക് ആവാഹിച്ചെടുക്കാം. അത് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ആവാം. സോ സീരിയസ്ലി ഒരിക്കലും ബൈക്ക് ഓടിക്കുമ്പോൾ കണ്ണും വന്നിക്കരുത്, നേരെ കൊണ്ടുപോകും. ഞാൻ പറയണത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാം. നിങ്ങൾ ആത്മാർത്ഥം ആഗ്രഹിക്കുന്ന കാര്യം നേടിയതായിട്ട് താങ്ക്സ് പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, നേടാൻ സാധിക്കും. സോ സീരിയസ് ആയിട്ട് നല്ലൊരു ലീഡറായിട്ട് മാറണം. ഇങ്ങനെ ഓരോ സെഷൻസും അറ്റൻഡ് ചെയ്ത് അതിൽ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ഇല്ലാത്ത കാര്യം ഇന്നു മുതൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും ഓക്കെ അല്ല, അതാദ്യം നോക്കുക. ഐ ആം നോട്ട് ഓക്കെ. ഇവിടെ മുബിൻ സാർ പറഞ്ഞ വാക്കുണ്ട്, മൊജെ ബഹുത്താത്ത എന്തോ സംഭവം ഉണ്ട്, കറക്റ്റ് കിട്ടുന്നില്ല. അതിന് അർത്ഥത്രേ ഉള്ളൂ, ഞാൻ ഓക്കെ എന്നുള്ള സെന്റൻസ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഞാൻ ഓക്കെ അല്ല, ഇനിയും ഞാൻ ഓക്കെ ആവേണ്ടതുണ്ട്. എഡിറ്റ് ചെയ്യണം. എവറി ഡേ, എവറി സെക്കൻഡ്, എവറി മൂമെന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ സ്കില്ലുകൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ ലീഡറായി മാറുക. സോ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. നിങ്ങളൊക്കെ ജയിക്കണം, അത് മാത്രമേ എൻ്റെ സ്വപ്നമുള്ളൂ. സോ സീരിയസ് ആയിട്ട് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച എന്തൊരു പർപ്പസാണ് അത് കൃത്യമായി നേടാനുള്ള ആരോഗ്യവും ആയുസ്സും ദേവൻ തരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ഡയമണ്ട്സ് ആൻഡ് ബാക്ക് ടു MC. താങ്ക് യു ജുനൈദ് സാർ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഈ ഇൻഡസ്ട്രിയിലൂടെ നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഓൾ ഓഫ് യു. താങ്ക് യു.